സൗജന്യമായി ലഭ്യമാകുമ്പോഴുണ്ടാകുന്ന തടസ്സം അതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ 53 അംഗൻവാടികളെയും സ്വന്തമായി കെട്ടിടമുള്ള അംഗൻവാടികളാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അംഗൻവാടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ, മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ രൂപീകരണവും വ്യക്തിത്വ രൂപീകരണവും നടക്കേണ്ടുന്ന പ്രായത്തിൽ നിങ്ങളുടെ കൈകളിലേക്കാണ് ആ കുട്ടികളെ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭാവി സമൂഹം എങ്ങനെയായിരിക്കും, അവരുടെ സ്വഭാവ രൂപീകരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിലൊക്കെ നിർണായക പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം എന്നുള്ള രൂപത്തിൽ അംഗൻവാടി ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ 53 അംഗൻവാടികൾക്കും 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുട്ടികൾക്ക് കിടക്കുന്നതിനുള്ള പായ, ബെഡ് എന്നിവ വിതരണം ചെയ്തത്. കാഞ്ഞങ്ങാട് നഗരസഭാ ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. പ്രഭാവതി, വി ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി വർക്കറായ ദിവ്യ കെ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.